ചോട്ടാ മുംബൈ നാളെ റിലീസാണല്ലോ എല്ലാരും തന്നെ തന്നെ താടം ചോട്ടാ മുംബൈ തിയേറ്ററിൽ നാളെ ജൂൺ 6 റിലീസ് അല്ലേ പുതുവർഷം കാണാൻ കവിളുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മ നേരം സ്ഥിരം സ്ഥിരം ഭാരത്ത് ഒരു കിടത്താ നിങ്ങളിപ്പോൾ ഈ രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ഈ രണ്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തായിട്ട് നടന്നിട്ടുള്ള കഴിഞ്ഞ ദിവസം സുധിയുടെ ഓർമ്മ ദിവസമായിരുന്നു. ആദ്യമേ കണ്ടത് രേണു സുധി നടത്തിയ ആ ഒരു ഓർമ്മ ദിവസത്തിൻ്റെ ചടങ്ങും കാര്യങ്ങളും. അവിടെ വന്ന് അലൻ ജോസ് പെരേര ഡാൻസ് കളിക്കുന്നതാണ് കണ്ടത്. അതിൻ്റെ പിറവെ നോക്കിക്കഴിഞ്ഞാൽ രേണു സുധി ഉണ്ടെങ്കിൽ കൈയൊക്കെ കൊട്ടിയുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓർമ്മ ദിവസമാണ് അത്. സുധി മരിച്ചിട്ട് ഓർമ്മ ദിവസത്തിൻ്റെ അന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള കോപ്രായങ്ങൾ അവൻ വന്ന് കാണിക്കുമ്പോഴത്തേന് രേണു സുധിയാണത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്താണ് ചടങ്ങ് എന്നുള്ളൊരു കാര്യം. അതുപോലും ചെയ്യാതെ അവിടെ കൈ കൊട്ടുന്നു. ഈ ഒരു ഇങ്ങനത്തുള്ള കോപ്രായങ്ങളാണോ കാണിക്കേണ്ടത്? രണ്ടാമത് കണ്ട ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കൊല്ലം സുധിയുടെ മകനും അമ്മയൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു അവിടെ നടത്തിയ ഒരു ചടങ്ങും അതിനനുസരിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്തുമാത്രം ആ ഒരു മൊമെൻ്റ് ആ ഒരു കുട്ടിക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ആ ഒരു വീഡിയോയും ആദ്യത്തെ വീഡിയോയും കമ്പയർ ചെയ്താൽ തന്നെ മനസ്സിലാകും എന്തുമാത്രം ബോധമുണ്ട് രേണു സുധിക്ക് എന്നുള്ളൊരു കാര്യം. ഒരു മകനുള്ള ബോധം പോലും ഇല്ലേ എന്നുള്ളൊരു കാര്യമാണ്. കാരണം അലൻ ജോസ് പെരേര അവിടെ വന്ന് ഡാൻസ് കളിക്കുവാണോ? അതെന്താണ് ദിവസം? വല്ല കല്യാണമാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി വല്ലതും ആണോ? ഇതൊരു ചടങ്ങാണ്. ഒരാളുടെ ഓർമ്മ ദിവസമാണ് മരിച്ച ആ ഒരു വ്യക്തിയുടെ ഓർമ്മ ദിവസം. അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴത്തേന് അതിന് സപ്പോർട്ട് ചെയ്ത് രേണു സുധിയും. അത് നിർത്തിയിട്ട് അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലേ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിന് സപ്പോർട്ട് ചെയ്യാൻ രേണു സുധി ഇങ്ങനെ നിൽക്കേണ്ടത് എന്താണ്? രേണു സുധിക്ക് ഇത് മനസ്സിലാവുന്നില്ല. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണോ ഈ കരച്ചിലും പിടിച്ചിലും ഒക്കെ? അല്ലാതെ റിയലായിട്ട് സ്നേഹമൊന്നും ഇല്ലേ സുധിയെടുത്ത് എന്നാണ് എനിക്ക് അറിയാത്തൊരു കാര്യം. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തിൽ തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.